നമസ്കാരം. നിയമവും ജനാധിപത്യ സംവിധാനങ്ങളും CPM എന്ന പാർട്ടിക്ക് മുന്നിൽ വെറും നോക്കുകുത്തികളാണ് എന്ന് വിചാരിച്ച് അഴിഞ്ഞാടുന്ന CPM ക്രിമിനലുകൾക്ക് കോടതിയുടെ വക പ്രഹരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒരു കേന്ദ്ര ഏജൻസിയെ ആക്രമിക്കാൻ മാത്രം CPM എന്ന പാർട്ടി ഈ നാട്ടിൽ വളർന്നിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സുപ്രധാന കോടതി വിധി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നിയമപരമായ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു ഉൾപ്പെടെ 10 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോടതി ഇപ്പോൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നത്. പ്രതികൾ ആസൂത്രണം ചെയ്ത് നടത്തിയ ക്രൂരമായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ നേരിട്ട് പരിശോധിച്ച ശേഷമാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി S നസീറ ഈ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരു സാധാരണ അക്രമമല്ലെന്നും അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് പ്രതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നും അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം അനുവദിക്കരുതെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A സന്തോഷ് കുമാറും ED അഭിഭാഷകൻ സന്തോഷ് ജോസും കോടതിയിൽ ശക്തമായി വാദിച്ചിരുന്നു. ജനാധിപത്യത്തിന് നേരെ CPM നടത്തിയ ഈ കടന്നാക്രമണത്തിനുള്ള കൃത്യമായ പ്രതിഫലനമാണ് ഈ കോടതി വിധിയെന്ന് തന്നെ പറയാം. ഈ കേസിന്റെ ഉള്ളറകളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ED ഉദ്യോഗസ്ഥരുമായി യാതൊരുവിധ മുൻ വിരോധവും ഇല്ലാതിരുന്ന പാവപ്പെട്ട സർക്കാർ ജീവനക്കാരെയാണ് CPM അണികൾ ക്രൂരമായി വേട്ടയാടിയതെന്നാണ്. അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥരെ വകവരുത്താൻ തന്നെയാണ് പ്രതികൾ നോക്കിയത്. പ്രതികളുടെ ഈ ഒരു കാടത്തം നിറഞ്ഞ പ്രവൃത്തി ഒരിക്കലും ലഘൂകരിച്ച് കാണാൻ കഴിയില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തി. തുടർന്ന് ജഡ്ജി നേരിട്ട് ആക്രമണ ദൃശ്യങ്ങൾ കണ്ടതോടെ പ്രതികളുടെ പങ്ക് വ്യക്തമാവുകയായിരുന്നു. പ്രസിദ്ധമായ CMRL എക്സാലോജിക് വിവാദ സാമ്പത്തിക ഇടപാട് കേസിലെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഈ പ്രതികൾക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്ന് ED കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം CMRL കേസിലെ അന്വേഷണം ഇപ്പോൾ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖരായ ഉന്നത വ്യക്തികളിലേക്ക് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം ഇനിയും മുന്നോട്ട് പോകുമ്പോൾ പ്രതികളിൽ നിന്നും സമാനമായ അക്രമങ്ങളും പ്രതിഷേധങ്ങളും വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അന്വേഷണത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുകയും ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുകയും ചെയ്യുമെന്ന് ED അഭിഭാഷകൻ സെഷൻസ് കോടതി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കേസിൽ മുൻപ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ഗീതാകുമാരി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് കേസിലെ 9ാം പ്രതിയായ ഹരീഷ് കുമാറിന് നേരത്തെ വളരെ എളുപ്പത്തിൽ ജാമ്യം ലഭിച്ചതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായെന്നും അതുകൊണ്ട് പ്രതികൾ റിമാൻഡിൽ തുടരേണ്ടതില്ലെന്നും അന്ന് മുൻ പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞത് പോലീസിന്റെ അഭിപ്രായമായിരുന്നില്ല എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. പാർട്ടിക്കാരെ രക്ഷിക്കാൻ വേണ്ടി കോടതിയെ പോലും കബളിപ്പിച്ച ഇരട്ടത്താപ്പാണ് ഇവിടെ വ്യക്തമാവുന്നത്. കേസിലെ ഈ പ്രതികൾക്കാർക്കും വ്യക്തിപരമായി EDയോടോ അവിടുത്തെ ഉദ്യോഗസ്ഥരോടോ യാതൊരുവിധ മുൻവൈരാഗ്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ പാർട്ടിക്ക് കടുത്ത വിരോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നേതാക്കൾ പറഞ്ഞ കൊട്ടേഷൻ അനുസരിച്ച് അണികൾ ഈ ആക്രമണത്തിന് മുതിരുന്നത്. CPM എന്ന പാർട്ടിയിൽ നിന്ന് അവർക്ക് കൃത്യമായി പിന്തുണയും സംരക്ഷണവും ഉറപ്പും ലഭിച്ചിരുന്നില്ലെങ്കിൽ പോലീസിന്റെയും മാധ്യമങ്ങളുടെയും ക്യാമറ കണ്ണുകളുടെ മുന്നിൽ വെച്ച് ഇത്തരം ഒരു ഭീകരമായ ആക്രമണം നടത്താൻ ഈ ഗുണ്ടകൾ ഒരിക്കലും ധൈര്യപ്പെടില്ലായിരുന്നു. ഉദ്യോഗസ്ഥർക്ക് വലിയ പരിക്കേറ്റിട്ടില്ല എന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഒട്ടും കുറയ്ക്കുന്നതല്ല. സ്വന്തം കണ്ണിന് പരിക്കേറ്റിട്ട് വണ്ടി നിർത്താതെ മുന്നോട്ട് ഓടിച്ച ടാക്സി ഡ്രൈവറുടെ മനോധൈര്യം ഒന്നു മാത്രമാണ് അന്ന് ED ഉദ്യോഗസ്ഥരെ വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷിച്ചത്. ചുരുക്കത്തിൽ ഈ കേസ് ഇവിടെയും കൊണ്ട് അവസാനിക്കാൻ പാടുള്ളതല്ല. വെറും അണികളെയും ലോക്കൽ സെക്രട്ടറിമാരെയും മാത്രം അകത്തിട്ടാൽ പോരാ. ഒരു കേന്ദ്ര ഏജൻസിയെ ആക്രമിക്കാൻ വേണ്ടി AKG സെന്ററിൽ ഇരുന്ന് അണികൾക്ക് കൊട്ടേഷൻ നൽകിയ CPMലെ മുതിർന്ന നേതാക്കൾ അടക്കം ഇതിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാണ്. ആ ഉന്നത നേതാക്കളുടെ ഗൂഢാലോചനയെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തി അവരെ കൂടി എത്രയും പെട്ടെന്ന് ഈ കേസിൽ പ്രതി ചേർത്ത് അഴിക്കുള്ളിലാക്കണം. നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഇത്തരം രാഷ്ട്രീയ ക്രിമിനലുകൾക്ക് യാതൊരുവിധ ഇളവും നൽകരുത്.